ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മധ്യേ നൽകിയ ഏകനാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ആ യേശുക്രിസ്തുവിന്റെ നാമം ഞങ്ങൾ ഈ ദേശത്ത് വിളിച്ചു പറയുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു നിത്യരക്ഷകനാണ്, നിത്യ സന്തോഷം നൽകുന്നവനാണ്, നിത്യ സമാധാനം നൽകുന്നവനാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഏത് മനുഷ്യനും സമാധാനവും സന്തോഷവും അവൻ അനുഭവിക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. ആ യേശുക്രിസ്തുവിന്റെ നിത്യരക്ഷ സൗജന്യമായി നൽകുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഈ രക്ഷ എന്താണ്? പാപത്തിൽ ധരിക്കപ്പെട്ട മനുഷ്യൻ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് സൗജന്യമായി നൽകുന്ന നിത്യരക്ഷ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ആ യേശുക്രിസ്തുവിന്റെ രക്ഷ നമ്മൾ കരസ്ഥമാക്കാതെ ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട്ടുപോയാൽ നിത്യമായ നരകത്തിലേക്ക് പോകും. ആ നരകം ആർക്കു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സാത്താനും അവന്റെ കൂട്ടർക്കുമാണ്. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നരകമുണ്ടാക്കിയത് യേശു തന്നെയാണ്, സ്വർഗമുണ്ടാക്കിയത് യേശു തന്നെയാണ്. ചില പറയാറുണ്ട് സ്വർഗവും നരകവും എല്ലാം ഈ ഭൂമിയിൽ തന്നെ അല്ല. ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യരായി ജനിച്ച നമ്മൾ പാപത്തിലായി ജനിച്ചത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തന്റെ രക്ഷ സൗജന്യമായി നമുക്ക് നൽകിയിരിക്കുന്നു. എന്താണ് സൗജന്യമായ രക്ഷ? മനുഷ്യൻ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്, പാപ സ്വഭാവത്തിൽ വളർന്ന മനുഷ്യന്, പാപത്തിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന് സൗജന്യമായി രക്ഷ നൽകിയിരിക്കുന്നത് നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാനാണ്. ചിലര് പറയാറുണ്ട്, ഇവിടെ പാപം എന്താണ്? ഈ പാപം ആദാമുകൾ ധരിച്ച പാപം, അത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് നമുക്ക് ലഭിച്ച പാപം, അതിനെ മാറ്റിക്കളയാനാണ് കർത്താവായ യേശുക്രിസ്തു നിസ്തുല്യമായ രക്ഷ നൽകിയിരിക്കുന്നത്. ഈ നിസ്തുല്യമായ രക്ഷ നമുക്ക് നൽകിയത് നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി കാൽവരി കൊല്ലക്കളത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ താഴലോകത്തിൽ വന്നത് മനുഷ്യനെ രക്ഷ നൽകുവാനാണ്. 2 കള്ളന്മാരുടെ നടുവിൽ മൂന്നാളികളിൽ യേശു തെറ്റ് ചെയ്യാത്ത യേശുവിനെ ക്രൂശിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനമുണ്ട്. അതുകൊണ്ടാണ് 2 കള്ളന്മാരുടെ നടുവിൽ മൂന്നാളികൾ യേശുക്രിസ്തുവിനെ ക്രൂശിക്കേണ്ടി വന്നത്. ആ രക്തചിന്തയില്ലാതെ പാപത്തിന് വിമോചനമില്ല. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതിയെ സർപ്പത്തിന്റെ തല തകർക്കണമെന്നാണ് വചനം. അങ്ങനെ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച യേശു സർപ്പത്തിന്റെ തലയെ തകർത്തു, പാപത്തിന് മോചനം നൽകി. ആ പാപത്തിന് മോചനത്തെ നേടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യമായ സ്വർഗത്തിൽ എത്തുവാൻ വേണ്ടി കഴിയുള്ളൂ. ആ നിത്യമായ സ്വർഗത്തിൽ എത്തണമെങ്കിൽ പാപമോചനം പ്രാപിച്ചാൽ മാത്രമേ കഴിയുള്ളൂ.